നമസ്കാരം. ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങൾ മാത്രം ഞാനിവിടെ ചോദിക്കുകയാണ്. പാസ്പോർട്ട് കൊടുക്കൂ, 1 മാസത്തിനുള്ളിൽ നിങ്ങളെ ഇസ്രായേലിൽ ഇറക്കാം. ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഒരു വീട് തിരഞ്ഞെടുത്ത് തരാം. ആ വീട്ടിൽ നിങ്ങൾ കെയർ ഗീവറായിട്ട് ജോലി ചെയ്യുക. നിങ്ങൾ 4 ലക്ഷം രൂപ 5 ലക്ഷം രൂപ അടച്ചാൽ മതി. 1 മാസത്തിനുള്ളിൽ ഒരു ട്രെയിനിങ്ങോ ഒരു കാര്യങ്ങളോ ഒന്നുമില്ല, പേപ്പർ ഭാഗങ്ങളൊന്നും തന്നെ ചെയ്യേണ്ടതില്ല. നിങ്ങളെ ഇവിടെ ഇറക്കും. ഇവിടെ ഇറക്കിയതിന് ശേഷം നിങ്ങൾക്ക് വീട് സെലക്ട് ചെയ്തിട്ട് ആ വീട്ടിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാം. ഇത് ഏത് ഏജൻസിയാണ് ചെയ്യുന്നത് എന്നൊന്നറിഞ്ഞാൽ കൊള്ളാം. രണ്ടാമത്, പാക്കിംഗ് സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വേക്കൻസി ഉണ്ട് എന്നും നിങ്ങളെ കയറ്റി വിടാമെന്നും, കയറ്റി വിട്ടാൽ 3 വർഷത്തേക്ക് നിങ്ങൾക്ക് വീട്ടിലേക്ക് വരാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു വെറൈറ്റി വിസയാണെന്നും പറഞ്ഞ് ഒരു സംഭവം കുറച്ച് പേരെ പറഞ്ഞ് പറ്റിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഏജൻസി ഏതാണ് എന്നൊന്നറിഞ്ഞാൽ കൊള്ളാം. കുറഞ്ഞ ചെലവിൽ കെയർ ഗീവേഴ്സിനെ ഇവിടെ ഇറക്കാം. വിദ്യാഭ്യാസം ഒരു പ്രശ്നമേ അല്ല. നിങ്ങൾക്ക് വീടുകളിൽ തന്നെയായിരിക്കും ജോലി, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. അതിനുശേഷം നിങ്ങളെ വണ്ടി വരും മുറ്റത്ത്, അതിൽ കയറി പോവുക, പിറ്റേ ദിവസം വന്ന് ആ വീട്ടിൽ തന്നെ ജോലി ചെയ്യുക. അപ്പോഴും എൻ്റെ ഒരു സംശയം, ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു പേഷ്യൻറ്റിനെ കെയർ ചെയ്തിട്ട് രാത്രിയിൽ ആ പേഷ്യൻ്റ് എന്ത് ചെയ്യും? അവരുടെ മക്കൾ നോക്കുവോ? കൊച്ചുമക്കൾ നോക്കുവോ? എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെ പറയുന്നത്? കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ അപ്പച്ചനെ അമ്മച്ച, നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പോൾ ഇളയ മോനോ മൂത്ത മോനോ അല്ലെങ്കിൽ ഇടയിലുള്ള മകനോ മകളോ ഒക്കെയാണ് നമ്മുടെ പപ്പയും മമ്മിയൊക്കെ നോക്കുന്നത്. നമ്മുടെ അപ്പനും അമ്മയ്ക്ക് ഒരു സാധനം മേടിച്ചു കൊടുത്താൽ അവരിൽ നമ്മൾ പൈസ മേടിക്കുമോ? ഇല്ല. എന്നാൽ ഇവിടുത്തെ സിസ്റ്റം, ഇവരുടെ അപ്പച്ചനും അമ്മച്ചിക്ക് ഒരു സാധനം മേടിച്ചു കൊടുത്താൽ തന്നെ അവർ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് അല്ലെങ്കിൽ കാർഡ് ഉപയോഗിച്ച് പൈസ മേടിക്കുന്ന ഒരു സിസ്റ്റമുള്ളൊരു ഫാമിലിയാണ് ഇവിടെ ഉള്ളത്. അത് അപ്പനമ്മ ഊറ്റിയെടുക്കുന്നതല്ല. ഇവരാവുന്ന കാലത്ത് ജോലി ചെയ്യുമ്പോൾ ഇവരുടെ പൈസ ടാക്സായിട്ട് അന്നത്തെ വികസനത്തിന് വേണ്ടി ഇസ്രായേൽ എടുത്തിട്ട് ഇവർ പ്രായമാകുമ്പോൾ ഇവരെ സംരക്ഷിക്കുന്നതിൻ്റെ ഒരു പകുതി ഭാഗം എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നതായതുകൊണ്ട് ആ പൈസ ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും അത് ഉപയോഗിക്കപ്പെടേണ്ടതാണ് എന്നുള്ളത് കൊണ്ടാണ് അപ്പനോ അമ്മയ്ക്കോ എന്തെങ്കിലും ഒരു സാധനം മേടിച്ചാൽ പോലും അല്ലെങ്കിൽ ഒരു പലചരക്ക് സാധനം മേടിച്ച് കൊടുത്താൽ പോലും അതിനുള്ള പൈസ മക്കൾ മേടിക്കുന്നത്. അതാണ് ഈ രാജ്യത്തിൻ്റെ സിസ്റ്റം. രണ്ടാമത്തത്, ഒരു പ്രായം കഴിഞ്ഞാൽ ആ പ്രായം കഴിഞ്ഞ മക്കൾ അവരുടെ കൂട് തേടി കുടുംബം തേടി അങ്ങനെ പറന്നു പോകുന്ന ഒരു സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ അപ്പച്ചനും അമ്മച്ചയൊക്കെ നോക്കുന്നത് നമ്മളെപ്പോലുള്ള അല്ലെങ്കിൽ ഇന്ത്യ, ഫിലിപ്പീൻസ്, ശ്രീലങ്കയെ പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. അപ്പോൾ എൻ്റെ സംശയം, ഇങ്ങനെ പറഞ്ഞു പറ്റിച്ച് കൊണ്ടുവരുന്നവരുടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്ത് കഴിയുമ്പോൾ വൈകുന്നേരം വണ്ടി വരുന്നു, നിങ്ങൾ കയറി പോകുന്നു, ആ അപ്പച്ചനും അമ്മച്ചയും ആരും നോക്കും? ഇതാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, ഇവിടെ ഒത്തിരി വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞ് പരസ്യം ഇടുന്നുണ്ട്. ആ പരസ്യത്തിന് വാലും തുമ്പുമില്ല. ഇപ്പം ഒരു സ്റ്റാറ്റസ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അവിടെ ഇസ്രായേലിലേക്ക് ഞങ്ങൾ GNM വേണം, ഇസ്രായേലിലേക്ക് പാക്കിങ് വേണം, ഇന്ന നമ്പറിൽ വിളിക്കൂ എന്ന് പറഞ്ഞിടുമ്പോൾ അതിൻ്റെ താഴെ പോയി നമ്മൾ ഏതാണ് ഏജൻസി, ഒരു കാൻഡിഡേറ്റിന് ചോദിക്കാനുള്ള അവകാശമില്ലേ? ഏത് കമ്പനിയായിട്ടാണ് ടൈപ്പ് ചോദിക്കാനുള്ള അവകാശമില്ലേ? ഏത് ഏരിയയിലാണ് ജോലി ചെയ്യുന്നത് ചോദിക്കാനുള്ള അവകാശമില്ലേ? അതുപോലെ തന്നെ നിങ്ങൾ ഏത് ഏജൻസിയായിട്ടാണ് ടൈപ്പ്. ഉദാഹരണം, അഗ്രികൾച്ചർ വിസ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു വശത്ത് ഇസ്രായേലിലെ 13 ഏജൻസിയും മറുവശത്ത് മുംബൈയിലെ ഏജൻസിയുമാണ് എന്ന് കറക്റ്റായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ട് പോലും അത് സത്യമാണോ അല്ലയോ എന്ന ഒരുപാട് ക്വസ്റ്റ്യൻസിന് ഉത്തരം കൊടുത്ത ഒരാളാണ് ഞാൻ. എന്നിട്ട് ഇറക്കിയതിന് ശേഷം മാത്രം വിശ്വസിച്ച ആൾക്കാരുണ്ട്. അതുവരെ ഇറക്കുമോ തേങ്ങ ഉടയ്ക്കുമോ എന്ന് ചോദിച്ചിരുന്ന ആൾക്കാരുമുണ്ട്. അതുകൊണ്ട് എൻ്റെ ക്വസ്റ്റ്യൻസ്, എൻ്റെ സംശയങ്ങളാണ്, സാധാരണക്കാരൻ്റെ ഒരു സംശയം. കാൻഡിഡേറ്റ്സ് പൊട്ടന്മാരാണോ? അറിയാൻ മേലാൻ ചോദിക്കുകയാണ്. അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിനെ പൊട്ടന്മാരാക്കി നിങ്ങൾ എത്ര നാൾ മുന്നോട്ട് പോകും? ഒരു ഏജൻറ്റിനോട് സംശയം ചോദിച്ചപ്പം ഇട്ട ഒരു വോയിസാണ്. ആ വോയിസ് ഒന്ന് കേൾക്കാം. പാസ്പോർട്ട് വാങ്ങുന്നത് എന്ന് പറഞ്ഞാൽ എമിഗ്രേഷൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എമിഗ്രേഷൻ കഴിഞ്ഞ ശേഷം മാത്രമേ PCCയും ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. ഓക്കെ.
പാസ്പോർട്ട് മേടിക്കുന്നത് എമിഗ്രേഷന് വേണ്ടിയാണ്. എമിഗ്രേഷൻ കഴിഞ്ഞിട്ട് മാത്രം നിങ്ങൾ PCC എടുത്താൽ മതി. അപ്പോഴും എൻ്റെ സംശയം, ഒരു കുഞ്ഞ് ജനിച്ച് അപ്പം തന്നെ എഴുന്നേറ്റ് നടക്കുവാണോ? ഇടയിൽ നമ്മൾ കെയർ ഗീവറായിട്ടോ കൺസെഷനിലോ എവിടെ വന്നാലും ആദ്യം നമുക്ക് ഒരു ജോലി ഉണ്ടെന്നറിയേ, അല്ലെങ്കിൽ ജോലി ചെയ്യാനുള്ള കഴിവുണ്ട്. നമ്മൾ ഒരു രാജ്യത്തേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്ന കാര്യം PCC ആണ്. കാരണം നമ്മൾ നിൽക്കുന്ന ലൊക്കാലിറ്റിയിൽ നമുക്കെതിരെ ക്രിമിനൽ കേസുകളില്ല, നമ്മൾ ക്രിമിനൽ കേസുകളിൽ പെട്ടിട്ടില്ല, പോലീസ് ക്ലിയറൻസ് എന്നൊരു സംഭവം വേണം എന്നതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. ഇവിടെ ഈ ചേട്ടൻ പറയുന്ന അനുസരിച്ച് ഫസ്റ്റ് പാസ്പോർട്ട് തരിക. എന്തിനാ ചേട്ടാ ഞാൻ പാസ്പോർട്ട് തരുന്നത്? അത് ഇസ്രായേലിലെ എമിഗ്രേഷന് കൊടുത്തിട്ട് ക്ലിയറൻസ് വരുത്തണം. പാസ്പോർട്ട് എന്ന് പറയുന്നത് തന്നെ ഒരു ക്ലിയറൻസ് ആണ്. കാരണം ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോഴുള്ള പാസ്പോർട്ടാണത്. പിന്നെന്തിനാണ് എമിഗ്രേഷൻ ക്ലിയറൻസ് പാസ്പോർട്ടിൽ നടത്തുന്നത്? അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. രണ്ടാമത്, ഞാൻ ഇസ്രായേൽ തിരഞ്ഞെടുക്കുമ്പോൾ എനിക്കൊരു ജോലി അറിയാം, പക്ഷേ എനിക്ക് എൻ്റെ പേരിൽ പോലീസ് കേസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ക്ലിയർ ചെയ്യാതെ നിങ്ങളുടെ പാസ്പോർട്ടോ നിങ്ങളുടെ കാര്യങ്ങളോ ഏതെങ്കിലും ഏജൻസിക്ക് സബ്മിറ്റ് ചെയ്താൽ അതിൻ്റെ പിന്നിൽ നിങ്ങളെ മറ്റൊരു ഏജൻസിക്ക് പോകാൻ അനുവദിക്കപ്പെടാത്ത രീതിയിൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നു എന്നാണ് അർത്ഥം. ഇൻ്റർവ്യൂ കഴിഞ്ഞ്, സൂം മീറ്റിംഗ് കഴിഞ്ഞ്, അല്ലെങ്കിൽ ഓരോ ജോലിക്കും ഓരോ തരത്തിലുള്ള മാനദണ്ഡമാണ്. ഇപ്പോൾ കെയർ ഗീവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് ഒരു അവയർനെസ് കൊടുക്കും, സെക്കൻഡ് ഒരു കൗൺസിലിംഗ് കൊടുക്കും, അതായത് ഫാമിലിക്കും വരാൻ നിൽക്കുന്നയാൾക്കും. തേർഡ് അവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധിക്കും. അതിനുശേഷം എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉള്ളവരെ മുമ്പേക്ക് ട്രെയിനിങ്ങിന് വിടും. ട്രെയിനിങ്ങിന് വിട്ടതിന് ശേഷം ആ ട്രെയിനിങ്ങിൽ അവർ എന്ത് പെർഫോം ചെയ്യുന്നു എന്നനുസരിച്ച് കിട്ടുന്ന ഫീഡ്ബാക്ക് കൊണ്ട് ഇസ്രയേലിൽ സോഷ്യൽ വർക്കറുടെ സഹായത്തോടു കൂടി സെലക്ഷൻ എടുക്കും, ഫാമിലി സെലക്ഷൻ എടുക്കും. ഫാമിലി അവരെ വിളിക്കും. അറ്റ് ദ സെയിം ടൈം കാൻഡിഡേറ്റ് നാട്ടിൽ നിന്നുകൊണ്ട് വീഡിയോ പ്രസൻറ്റേഷൻ ഉൾപ്പെടെ ഫാമിലി ഡോക്യുമെൻ്റ്, അഫിഡവിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അതിൻ്റെ പ്രോസസ്സ് പൂർത്തീകരിച്ച് ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യുന്ന തലം വരും. ഫാമിലി സെലക്ട് ചെയ്യും, ഫാമിലി മത്താശ ഓർ ഫാമിലി സെലക്ട് ചെയ്യും. ഒരു 45 ദിവസത്തിനുള്ളിൽ വിസ വരും. അങ്ങനെ വിസ വരുന്ന ആൾക്കാരെ മുമ്പേക്ക് പിന്നീട് വന്ന് അവിടെയാണ് എമിഗ്രേഷൻ കോൺസുലേറ്റ് ഇൻ്റർവ്യൂ എന്ന് പറയുന്ന സംഭവം. അതായത് ഒരു ജേർണി തുടങ്ങി അതിൻ്റെ അങ്ങേ അറ്റത്ത് വിസ വന്നതിന് ശേഷമുള്ള പിന്നീടുള്ള മുംബൈയിലെ പോക്കിനാണ് ഈ എമിഗ്രേഷൻ കോൺസുലേറ്റ് ഇൻ്റർവ്യൂ എന്ന് പറയുന്ന ഒരു 2 മിനിറ്റ് നീണ്ടു നടക്കുന്ന ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു സെക്ടർ ഉള്ളത്. കൺസെഷനുമായിട്ട് ബന്ധപ്പെട്ട് പാസ്പോർട്ട് ഡീറ്റെയിൽ എടുക്കുന്നത് DSS പോലുള്ള ചെന്നൈയിലെ ട്രേഡ് ടെസ്റ്റ് പോകുന്നവർക്ക് വേണ്ടിയുള്ള അപ്പോയിൻമെൻ്റ് എടുക്കാൻ വേണ്ടിയായിരുന്നു. ഇറ്റ് വാസ് ബട്ട് നോട്ട് നൗ. അതുകൊണ്ട് ഒരാളൊരു പരസ്യമിട്ടാൽ ആ പരസ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു അഡ്വർടൈസ്മെൻറ്റിനെ കുറിച്ച് അതിൽ ഒരു ആധികാരികതയോ വിശ്വാസമോ ആ ജോലി തേടുന്ന വ്യക്തികൾക്ക് കിട്ടുന്നില്ല എന്നുള്ളപ്പോൾ മറ്റുള്ളവരോട് ചോദിക്കുന്നത് ആ ഉദ്യോഗാർത്ഥികളുടെ അവകാശമാണ്. അത് നമ്മളോട്, ഇപ്പം നിങ്ങളൊരു പരസ്യം വിടുമ്പോൾ നിങ്ങൾ 100 പേരായിരിക്കും കാണുന്നത്. പക്ഷേ അത് ആ 100 പേര് പലരോട് പറഞ്ഞ് നിങ്ങളെ വിളിച്ചിട്ട് കിട്ടാത്തപ്പോൾ നമ്മളോട് ചോദിക്കും ഇസ്രായേൽ ഉള്ളതുകൊണ്ട്. ഞാൻ ഇസ്രായേലിനെ കുറിച്ച് മാത്രമേ വീഡിയോ ചെയ്യാറുള്ളൂ, എനിക്ക് ഇസ്രായേലിനെ കുറിച്ച് അറിയത്തുള്ളൂ, മറ്റു രാജ്യങ്ങളെക്കുറിച്ച് എനിക്ക് അറിവില്ല. ഞാൻ നിൽക്കുന്ന രാജ്യത്ത് ഏതൊക്കെ ഏജൻസികളുണ്ടെന്നും ഏതൊക്കെ ജോലികളുണ്ടെന്നും എന്തൊക്കെ മാനദണ്ഡമാണ് അതിനുള്ളതെന്നും ഏതൊക്കെ ഏജൻസികളാണ് ഇറക്കുന്നതെന്നും ഇറക്കിയിട്ടുള്ളതെന്നും എനിക്ക് പൂർണ്ണ ബോധ്യമുള്ളിടത്തോളം കാലം ആ ഒരു ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് എനിക്ക് കിട്ടാവുന്ന സോഴ്സുകൾ, എനിക്ക് കിട്ടാവുന്ന ലിങ്കുകൾ ഉപയോഗിച്ചും കോൺടാക്റ്റുകൾ ഉപയോഗിച്ചും ഇവിടെ ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് വേണ്ടി നിൽക്കുന്ന അല്ലെങ്കിൽ ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി നിൽക്കുന്ന കവലവേദ് എന്ന് പറയുന്ന ഒഫീഷ്യൽ വ്യക്തികൾ, അവരുമായിട്ടുള്ള ഒരു ഇൻറ്ററാക്ഷൻ വെച്ചും അവരെ ഇൻട്രാക്റ്റ് ചെയ്യുന്ന ഷൈനി ചേച്ചിയെ പോലെയുള്ള ആൾക്കാരുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വെച്ചും ആധികാരികതയോടെ തന്നെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അഗ്രികൾച്ചർ വിസയിൽ ഈ പരസ്യമിടുന്ന ആൾക്കാർ ഇസ്രായേലിലെ ഏത് ഏജൻസികളുമായിട്ടാണ് ടൈപ്പ്?
BSc GNM ANM കഴിഞ്ഞവരെ 4.5 ലക്ഷം രൂപയ്ക്ക് ഇവിടെ ഇറക്കാം, ഡയറക്റ്റ് ഇറക്കാം. ഇറക്കി കഴിയുമ്പോൾ ഇവിടെ വീട്ടിൽ നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷം വീട്ടിൽ ജോലിക്ക് നിങ്ങളെ വിടുന്നു, മുട്ട പുഴുങ്ങുന്നു, പിന്നെ രാവിലെ വരുന്നു, വൈകുന്നേരം കൊണ്ടുവിടുന്നു, ഹോസ്റ്റൽ സംവിധാനം ഉണ്ടെന്നൊക്കെ ഇടുന്ന പരസ്യക്കാർ ഏത് ഏജൻസിയുടെ പിൻബലത്തിലും ഏത് എമിഗ്രേഷൻ്റെ പിൻബലത്തിലുമാണ് ചെയ്യുന്നതെന്നറിഞ്ഞാൽ കൊള്ളാം. 3, ഇവിടെ അഗ്രികൾച്ചർ സെക്ടർ ക്ലോസ് ആണ് എന്ന് പറഞ്ഞ വീഡിയോ ചെയ്തപ്പം ആ വീഡിയോ പല ഏജൻസിക്ക് ഇട്ടുകൊടുത്തപ്പം ഏജൻസിക്കാർ പറഞ്ഞു എന്ന് പറഞ്ഞു, ഇറ്റ്സ് നോട്ട് എ അഗ്രികൾച്ചർ വിസ, ഇറ്റ്സ് എ ഫാം വിസ, ഇറ്റ്സ് എ ഫാം വിസ. എങ്കിൽ പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് ഇട്ടില്ല അഗ്രികൾച്ചർ വിസ എന്ന് തന്നെയാണല്ലോ നിങ്ങൾ ഇട്ടത്? നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ പരസ്യങ്ങളിൽ ഇട്ടില്ല ഫാം വിസ എന്ന് പറഞ്ഞിട്ടില്ല? സോ യു ക്യാൻ ചേഞ്ച് യുവർ ആൻസർ. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന കാൻഡിഡേറ്റ് പൊട്ടന്മാരാണ് എന്ന ബോധ്യത്തിൽ നിങ്ങൾക്ക് അവിടെ ഇരുന്നിട്ട് ഓക്കെ ഇത് അഗ്രികൾച്ചർ അല്ല കേട്ടോ ഫാമാന്ന് പറയാം. പക്ഷേ ഇസ്രായേലിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം ഇവിടെ അതില്ല എന്നുള്ളത് തന്നെയാണ്. ഇത് ഞാനല്ല പറയുന്നത്, എൻ്റെ സംസാരിക്കുന്നതേ ഉള്ളൂ. ഞാൻ സംസാരിക്കുന്നതിന് മുന്നേ എടുത്തു വെച്ചിട്ടുള്ള ഡേറ്റാസ് അത് ഇസ്രയേലിലെ കവലവേദ് അല്ലെങ്കിൽ PIBA പോപ്പുലേഷൻ ഓഫ് ഇമിഗ്രേഷൻ അതോറിറ്റി എന്ന് പറയുന്ന ഈ പറയുന്ന ജോലി മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒഫീഷ്യൽ സൈറ്റിലിടുന്ന സെക്ടറിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ എന്നാണ്. ഓക്കെ, അത് കുത്തിയിരുന്ന് എഴുതി തന്നെയാണ് പറയുന്നത്. അല്ലാതെ നിങ്ങളുടെ ബിസിനസ്സുകാർക്ക് അതിങ്ങോട്ട് കിട്ടും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിൻ്റെ അവനവനുള്ളത് ഇരിക്കുന്നിടത്ത് തേടി കൊണ്ടുത്തരും. അവനവനുള്ള ചോറ് ദൈവം ഒരുക്കിയിട്ടുണ്ട്. വാകീറിയ ദൈവം എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ അല്ലേ? അപ്പം അവനവനുള്ള അരിമണി കിട്ടും. പക്ഷേ അറിവില്ലായ്മ തൊഴിലാക്കി എടുത്തുകൊണ്ട് ആ തൊഴിലിൽ നിങ്ങളുടെ മുന്നിൽ വരുന്ന കാൻഡിഡേറ്റിനെ പറ്റിച്ചുകൊണ്ട് അവർ എവിടെ നിന്നെങ്കിലും മേടിച്ച് നിങ്ങളിലേക്ക് തരുന്ന വിശ്വാസമർപ്പിക്കുന്ന പൈസയുടെ പലിശ അവരടച്ചുകൊണ്ട് നിങ്ങളത് മറു രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് കുറേ നാൾ കഴിഞ്ഞിട്ട് അതിൽ നിന്നും സർവീസ് ചാർജായി എന്നൊക്കെ പറഞ്ഞ് 5,000 10,000 എടുത്ത് ബാക്കി തിരിച്ചു കൊടുക്കുമ്പം അവർക്കതൊരു ആശ്വാസവും നിങ്ങൾക്കതൊരു മൂലധനവുമായി മാറുന്നതായിട്ട് ഒരുപാട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്രായേലിൽ നിൽക്കുന്നവരാണെങ്കിലും പുറത്ത് നാട്ടിൽ നിന്നുകൊണ്ട് ഈ കോമാളിത്തരം കാണിക്കുന്നവരാണെങ്കിലും എന്താണെങ്കിലും ചോദ്യം അവശേഷിക്കുന്നു. അഗ്രികൾച്ചർ വിസയിൽ അല്ലെങ്കിൽ ഫാം വിസയിൽ അല്ലെങ്കിൽ കെയർ ഗീവർ വിസയിൽ കുറഞ്ഞ ചിലവിൽ ഇവിടെ ഇറക്കുമെന്ന് പറയുന്നവർ നിങ്ങൾ ഒരു മാസത്തെ അല്ലെങ്കിൽ 22 ദിവസത്തെ ഏത് വിസ കൊടുത്ത് ഇവിടെ ഇറക്കിയിട്ട് നിങ്ങൾ ഏത് ജോലി മേടിച്ചു കൊടുക്കും? ഇവിടെ വന്നാൽ അതിനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ടോ? ഏത് ഏജൻസിയാണ് ട്രൈപ്പ്? ഇത് ഇസ്രയേലിലെ PIBAയ്ക്കും കവലവേദനും അറിയുമോ? അല്ലെങ്കിൽ ഇസ്രയേൽ പ്രൈം മിനിസ്റ്റർക്കെങ്കിലും അറിയുമോ? അല്ലെങ്കിൽ വേണ്ട ഇസ്രയേലിലെ ഈ നെസിയോന അല്ലെങ്കിൽ റിഷോൻ ലെസിയോൺ ടെല്ലവീവ് നഗരസഭയിലെ പഞ്ചായത്ത് പ്രസിഡന്റിനെങ്കിലും നിങ്ങൾ കൊണ്ടുവരുന്ന കാര്യം അറിയുമോ എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. പിന്നെ ഇതിൻ്റെ താഴെ വന്നിട്ട് പലരും വന്നിട്ട് പല രീതിയിൽ കമൻ്റ് ഇട്ടാൽ കാണുന്നതിന് നമ്മൾ മറുപടി തരും. ഒരു കമൻറ്റ് പോലും നമ്മൾ ഡിലീറ്റ് ആക്കില്ല. അത് പുതിയൊരു അപ്ഡേഷനാണ് കേട്ടോ. അതായത് ഈ യൂട്യൂബിൻ്റെ താഴെ കമൻറ്റും ഹാവ് നോട്ട് റെസ്പോണ്ട് പബ്ലിക് സബ്സ്ക്രൈബർ ഇങ്ങനെ 3 രീതിയിലാണ് കമൻറ്റ് വരുന്നത്. അതിലേതാണോ ഓണാക്കി ഇടുന്നത് അതാണ് നമുക്ക് വായിക്കാൻ പറ്റുന്നത് നിങ്ങൾക്കാണെങ്കിലും. സോ മാക്സിമം ശ്രമിക്കാം. പിന്നെ കെയർ ഗീവറായിട്ടാണെങ്കിലും കൺസ്ട്രക്ഷനായിട്ടാണെങ്കിലും നമ്മൾ ഇടുന്ന ഏത് വേക്കൻസിയുടെ താഴെ നിങ്ങൾ ഒരുപാട് പേര് അപ്ലൈ ചെയ്യുന്നുണ്ടെന്നറിയാം. വിളവധികം വേലക്കാര ചുരുക്കം എന്ന് പറയുന്ന പോലെ ചിലപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന 100-200 പേരായിരിക്കാം. പക്ഷേ 10 വേക്കൻസിക്ക് അല്ലെങ്കിൽ 20 വേക്കൻസിക്ക് വേണ്ടി ആയിരിക്കാം. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇൻ്റർവ്യൂ വെക്കുന്നതെന്ന് ചോദിച്ചാൽ ബെസ്റ്റ് ആയിട്ടുള്ളതിനെ തിരഞ്ഞെടുക്കുക എന്നാണ്. അഗ്രികൾച്ചർ സംഭവിച്ചതുപോലെ ഈ പറയുന്നവരെല്ലാവരും കൂടി പോയി മെഡിക്കൽ കാര്യങ്ങളെടുത്തിട്ട് ഏജൻസിക്ക് മാത്രം ലാഭം ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് ഒരു സമയത്ത് ഇത് പൂട്ടിപ്പോയാൽ നഷ്ടം സംഭവിച്ചതുപോലെ അത് കാൻഡിഡേറ്റിൻ്റെ ഭാഗത്ത് നഷ്ടം സംഭവിച്ചതുപോലെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കൂടിയാണ്. സോ ചോദ്യം അവശേഷിക്കുന്നു, ഈ എഗ്രിമെൻറ്റ് ചെയ്തിരിക്കുന്ന ഇസ്രയേൽ, ഇത് ഇന്ത്യ. ഇസ്രയേലിലെ ഏത് ഏജൻസിയായിട്ടാണ് ഇന്ത്യ എഗ്രിമെൻറ്റ് ചെയ്തിരിക്കുന്നത് അറിഞ്ഞാൽ ഞങ്ങളും കൂടെ ഉണ്ടാവും, സപ്പോർട്ട് ചെയ്യും. നിങ്ങൾക്ക് വേണ്ടി നമ്മളും വീഡിയോ ചെയ്യും. താങ്ക് യു സോ മച്ച്.